കാട്ടുപന്നി ശല്യത്തിനെതിരെ സമരം ചെയ്ത കർഷകർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്ക്. ഈ വർഷത്തെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയ കോഴിക്കോട് മുക്കം സ്വദേശി സഹിയയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ് വന്നതാ. അപ്പോൾ ഇവിടെ പച്ചക്കറി പറിക്കാൻ വൈദ്യനുണ്ടായിന്, പറിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പം പന്നി അതിൽ വരുന്നത് കണ്ട് പന്നിൻ്റെ ബാക്ക് വന്നപ്പോൾ ഞാൻ ഓടിയിലൂടെ വീണ് കൈക്ക് പറ്റി, കാലിനും പറ്റി. ഇവിടെ അല്ലെങ്കിലും ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പന്നികൾ ഇഷ്ടം പോലെ. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ പറ്റൂല, കുട്ടികൾക്കും എല്ലാവർക്കും ഭീഷണിയാണല്ലോ. നിഖിൽ പരമേശ്വർ വാർത്തകൾ. നിഖിൽ, ഇത് കാട്ടുപന്നി ശല്യമുള്ള മേഖലയാണോ ചോദിക്കുന്നില്ല. കാര്യം കാട്ടുപന്നി ശല്യമില്ലാത്ത മേഖലകൾ കേരളത്തിൽ ഇപ്പോൾ കുറവാണ്, വളരെ കുറവാണ്. നിഖിൽ, അതെ അഷ്മി, മുക്കം നഗരസഭയിൽ ഇത്തരത്തില് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉപദ്രവകാരികളായിട്ടുള്ള കാട്ടുപന്നികളെ നായാട്ട് നടത്തി വെടിവെച്ചു കൊല്ലാൻ നടപടി സ്വീകരിക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം നടത്തി വീട്ടിൽ തിരിച്ചെത്തി തൻ്റെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടുപന്നി ഇവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തോളലിനും കാലിനുമാണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സഫിയ ഇന്നും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ആ പരിക്കു പറ്റിയ കാലോടുകൂടി അവർ ആ സമരവേദിയിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ മേഖലയിൽ എത്രത്തോളമാണ് കാട്ടുപന്നിയുടെ ശല്യം എന്നുള്ളത് രൂക്ഷമാക്കുന്നതാണ്, അത് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ സംഭവം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നാട്ടുകാരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. എത്രയും വേഗം നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഈ കാട്ടുപന്നി ആക്രമണത്തിൽ നിന്ന് നാട്ടുകാരെ മുക്തരാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പച്ചക്കറി പറിക്കാനായി ഇവരുടെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വർഷത്തെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ച വ്യക്തി കൂടിയാണ് സഫിയ എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്തായാലും ഇന്നും അവർ സമരവേദിയിൽ എത്തിയിട്ടുണ്ട്. നഗരസഭയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.